ചെറുപുഴ JM UP സ്കൂൾ മുൻ രക്ഷകർത്താ സമിതി ഭാരവാഹികൾ സ്കൂളിൻ്റെ ഉന്നമനത്തിനും ഉയർച്ചയിലും അക്ഷീണം പരിശ്രമിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. അടുത്ത കാലത്ത് സ്കൂളിൽ നിന്നും വിരമിച്ച നീന ടീച്ചർ, KK സുരേഷ് കുമാർ, സത്യവതി ടീച്ചർ എന്നിവരെ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് വീടുകളിലെത്തി പൊന്നാടയണിയിച്ച് ആദരിക്കുകയും മുൻ PTA അംഗങ്ങളായ സജി K, ഭാസ്കരൻ പാണ്ടിക്കടവ്, ഹരിദാസൻ, ജോബി NJ, റീബ രാജേഷ്, ദീപ ജിനു, മിനി സിജോ എന്നിവരാണ് ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും ബഹുമാനിയായ നമ്മുടെ നീന ടീച്ചർ ഏറെക്കാലം JP സ്കൂളിൻ്റെ HM ആയിട്ടും ടീച്ചറായിട്ടും 33-34 വർഷക്കാലം അവിടെ ഉണ്ടായിരുന്നു. ഞാനും ടീച്ചറും ഒരു 10-12 വർഷത്തോളം അവിടെ ഒന്നിച്ച് ഞാൻ BTA ഉണ്ടായിരുന്നു. അതുപോലെയുള്ള നല്ലൊരു ആത്മബന്ധം ടീച്ചറുമായിട്ടുണ്ടായിരുന്നു. അതിന്നും ഞങ്ങൾ കൊണ്ടു നടക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ അധ്യാപക ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ ടീച്ചർക്ക് നേരുന്നു. നമ്മുടെ കൂടെ വന്ന PTA മെമ്പർമാർ എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. ആയിക്കോട്ടെ, അധ്യാപക ദിനത്തിനായിരുന്നു സന്തോഷം. ഈ അധ്യാപക ദിനത്തിൽ വളരെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇങ്ങനെ ഒരു ആദരവ് കിട്ടിയതിന് ഏറെ നന്ദി അറിയിക്കുകയാണ്. 38 വർഷക്കാലത്തെ എൻ്റെ അധ്യാപക ജീവിതത്തിൻ്റെ ഓർമ്മയായി ഈ ആദരം ഞാൻ ഏറ്റുവാങ്ങുകയാണ്. നന്ദി. നമ്മുടെ ഇന്നത്തെ അധ്യാപക ദിനത്തിലെ നമ്മുടെ സത്യ ടീച്ചർ അവിടുന്ന് റിട്ടയർഡ് ആയിട്ട് ഇപ്പം 1 വർഷം ആകുന്നുള്ളൂ. നമ്മൾ പലവട്ടം അതിനു മുമ്പും ഇവിടെ വന്നു പോയ വീടാണ് ടീച്ചറെ. ഞാനും ടീച്ചറുമായിട്ട് കുറേ വർഷത്തെ ഒരു ബന്ധമുണ്ട് JMP സ്കൂളിൽ. അപ്പോൾ ടീച്ചർ നമ്മുടെ കുട്ടികളുടെ ഒരു മാതാവ് എന്നുള്ള രീതിയിൽ എല്ലാ കുട്ടികളെ നല്ല രീതിയിൽ സ്നേഹിച്ചും പാട്ടെന്ന് പറഞ്ഞാൽ ടീച്ചർക്ക് വീക്കെൻഡ്സാണ്. പാട്ടാണ് പോയി, പാട്ടും ഡാൻസും എല്ലാം കൊണ്ട് പിള്ളേരെ നല്ല സ്വന്തം മക്കളെ പോലെ അവരുടെ കുട്ടികളെ നോക്കുന്നതിനേക്കാളും കൂടുതൽ സമയം നമ്മുടെ കുട്ടികളാണ് ടീച്ചർ നോക്കുന്നത്. കാരണം കൂടുതൽ സമയം സ്കൂളിലാണ് ഉള്ളത്. ചെറിയ സമയം ടീച്ചറുടെ മക്കളെ നോക്കാനുള്ളൊരു സമയം കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മക്കളെ ടീച്ചർ സ്വന്തം മക്കളെ പോലെ നോക്കി പരിപാലിച്ച് നല്ല രീതിയിൽ പഠിപ്പിച്ച് ഇവിടം വരെ എത്തി. ടീച്ചർ വിശ്രമ ജീവിതത്തിലാണ്. ടീച്ചറുടെ ഈ അധ്യാപനത്തിൽ ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുള്ളൂ. സ്നേഹോപകാരം. നന്ദി. എല്ലാവർക്കും അധ്യാപികയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ആദരവാണ് ഇങ്ങനെ സെപ്റ്റംബർ 5 ദിനത്തിൽ നമുക്ക് ലഭിക്കുന്നത്. 33 വർഷത്തെ സേവനകാലത്തിന് ശേഷം വിരമിച്ചു എങ്കിലും ഇതുവരെയും എനിക്ക് അങ്ങനെ സ്കൂൾ ജീവിതത്തിൽ നിന്ന് വിട്ടുനിന്ന് തോന്നിയിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ പോകും, കുട്ടികളൊക്കെ കാണും, സംസാരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു വിടവ് എനിക്ക് ഇത്രയായിട്ട് മെയ് 31 എൻ്റെ റിട്ടയർമെന്റ് ഡേറ്റ്. അപ്പോൾ അത്രേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് മാത്രമല്ല ഞാൻ സ്കൂളിൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് കൊണ്ട് എനിക്ക് ആ ഒരു വിടവ് അനുഭവപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ അധ്യാപക ദിനത്തിൽ ഇവിടെ വന്ന് എല്ലാവരെയും കാണാനും ഈ ആദരവ് ഏറ്റുവാങ്ങാനും ഒക്കെ സാധിച്ചതിൽ എല്ലാവിധ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സുരേഷ് മാസ്റ്റർ, നമ്മുടെ PTA മെമ്പർമാര്, സുഹൃത്തുക്കളെ, നമ്മുടെ ഈ അധ്യാപക ദിനത്തിന്റെ ഏറ്റവും മഹത്തായ സമയങ്ങളിലാണ് ഇപ്പൊ നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ JMP സ്കൂളിൽ പഠിച്ച് അവിടെ തന്നെ അധ്യാപകനായി സംസ്ഥാന അവാർഡ് വരെ കരസ്ഥമാക്കിയ സുരേഷ് മാസ്റ്റർ, അദ്ദേഹത്തിന് നമ്മുടെ PTA-യുടെയും ഞങ്ങളുടെ കൂട്ടായ്മയുടെയും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ കുട്ടികളെയാണ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവരെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കാൻ മാഷെ ശക്തമായ കഴിവ് ഉണ്ടായിരുന്നു. അതിലെല്ലാവിധ ആശംസകളും അറിയിക്കുന്നു, നിർത്തുന്നു. ഞങ്ങളുടെ ഈ PTA കൂട്ടായ്മയുടെ ഒരു സ്നേഹോപകാരം. ചെറുപുഴ JUP സ്കൂളിൻ്റെ വളർച്ചയിലും നേട്ടങ്ങളിലും ഏറെ പങ്കുവഹിച്ച PTA കമ്മിറ്റികളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഏറെ പ്രശംസനീയമാണ്. അതുകൊണ്ട് തന്നെയാണ് ചെറുപുഴ JUP സ്കൂളിലെ
PTA ഭാരവാഹിത്വം ഔദ്യോഗികമായി മാറി. അവരുടെ മക്കൾ മറ്റൊരു വിദ്യാലയത്തിലേക്ക് പോയതിന് ശേഷവും അവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. ആ കൂട്ടായ്മയിലൂടെ JUP സ്കൂളിനെ ശക്തിപ്പെടുത്തുന്നതിനും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുന്നതിനും ഉള്ള ഒരു മഹത്തരമായ കാര്യമാണ് ഇന്ന് ചെറുപുഴ JUP സ്കൂളിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് അതുപോലെ മറ്റ് അധ്യാപകരെയൊക്കെ അവർ ആദരിക്കാൻ തീരുമാനിച്ചത്. ഒരുപക്ഷെ ആദരവ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഏറെ പ്രിയങ്കരമാണ്. ആ ആദരവ് കിട്ടുമ്പോഴാണ് നമ്മൾ കൂടുതൽ മേഖലയിൽ വീണ്ടും കരുത്ത് ആർജിക്കുന്നത്. നമുക്ക് പ്രവർത്തിക്കാനും ഒരു വലിയ മേഖലകളിലേക്ക് കടന്നു ചെല്ലാനും ഈ ആദരവിലൂടെ സാധിക്കും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പഠിക്കുന്ന കാലത്ത് അന്ന് പഠിപ്പിച്ചിരുന്ന അധ്യാപകർ പഠിപ്പിക്കുന്ന സമയത്ത് അവരുടെ വാക്കുകളിൽ നിന്ന് ഗുഡ്, എക്സലൻറ്റ് അതൊക്കെ കിട്ടുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. ഇന്നാണ് ഈ നമ്മുടെ ഈ മൊമൻറ്റോയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നത്. ഇന്നാണ് കുട്ടികൾക്ക് LSS US കിട്ടുമ്പോൾ മൊമൻറ്റോ ഒക്കെ കൊടുത്ത് ആദരിക്കുന്ന ഇന്നാണ്. പക്ഷെ അന്നത്തെ ഏറ്റവും വലിയ ആദരവ് എന്ന് പറയുന്നത് അധ്യാപകന്റെ വാക്കിൽ നിന്ന് കിട്ടുന്ന ആദരവാണ്. അങ്ങനെയുള്ള ആദരവ് പലപ്പോഴും ലഭിച്ചപ്പോഴാണ് അന്നത്തെ പഠന മേഖലയിലും ഇന്ന് ഒരുപക്ഷെ സംസ്ഥാന അധ്യാപക അവാർഡും അതുപോലെ പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കാനുള്ള കരുത്തും ഊർജ്ജം ഇതുപോലെയുള്ള ആദരവിലൂടെയാണ് എനിക്ക് കഴിഞ്ഞത്. ഇന്ന് ചെറുപുഴ JUP സ്കൂളിലെ പൂർവ്വ PTA കൂട്ടായ്മ ഇവിടെ വന്ന് എന്നെ ആദരിക്കാൻ കാണിച്ച അവരുടെ സന്മനസ്സിന് മുമ്പിൽ എല്ലാവിധ നന്ദിയും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന Z മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന Z മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 92077577.